ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരോടും കൂടെ, നിങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ ഓരോ ആവശ്യങ്ങൾക്കും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇന്ന് നിങ്ങളുടെ ഹൃദയ മുറിവുകളെ, വേദനയെ, രോഗങ്ങളെ, ദുഃഖം, പ്രയാസങ്ങളെ, തിരസ്കരണങ്ങളെ എല്ലാം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവ് ഇന്ന് നിങ്ങളെ സുഖപ്പെടുത്തുന്ന ദിവസമാണ്. ഇന്ന് ദൈവത്തിൻ്റെ അത്ഭുത സൗഖ്യം നിങ്ങൾക്കുണ്ടാകുന്ന ദിവസമാണ്. കർത്താവിനെ അനുസരിക്കുന്നവർക്കുള്ള അനുഗ്രഹം തലമുറകൾക്ക് മുഴുവൻ അവിടുന്ന് നൽകുന്നു. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അനുഗ്രഹങ്ങളും സ്വന്തമാക്കാൻ അനുസരണം എന്ന മഹത്തായ സ്വഭാവം തന്നെ മതിയാകും. ദൈവത്തെയും മാതാപിതാക്കളെയും അനുസരിക്കുന്നവർക്ക് ആപത്ത് കാലത്തും സമൃദ്ധിയുണ്ടാകുന്നു. ഇന്ന് ദൈവത്തെയും മാതാപിതാക്കളെയും അനുസരിക്കാൻ സാധിക്കാത്തവർക്ക്, ഒരുപക്ഷെ അനുസരിക്കാൻ ഇന്ന് മാതാപിതാക്കൾ കൂടെയില്ലാത്തവർക്ക്, അവർക്ക് നഷ്ടപ്പെട്ട അനുഗ്രഹങ്ങളെ 10 മടങ്ങ് ദൈവകരങ്ങളിൽ നിന്നും സ്വീകരിക്കാൻ ഇന്ന് കർത്താവിലേക്ക് നമ്മുടെ ഹൃദയത്തെ പൂർണ്ണമായി തിരിക്കാം. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എപ്പോഴും ഒരുവൻ തന്നെ. അറിവില്ലായ്മയുടെ കാലത്തുള്ള ചെറുതും വലുതുമായ അനുസരണക്കേടിനെ ഓർത്ത് ഇന്ന് അനുതാപമുള്ള ഹൃദയത്തോടെ നിത്യനായ ദൈവത്തോടും നമുക്ക് മാപ്പ് ചോദിക്കാം. ഒരുപക്ഷെ മാതാപിതാക്കൾ ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും മരണം മൂലം വേർപെട്ട് നമ്മിൽ നിന്നും അകന്നു പോയാലും അവരിൽ നിന്നും നമുക്ക് കിട്ടേണ്ടതായ, എന്നാൽ കിട്ടാതെ പോയ അനുഗ്രഹങ്ങളെ 10 മടങ്ങായി നിത്യനായ ദൈവം നമുക്ക് നൽകിയിരിക്കും. അവിടുന്ന് നമ്മുടെ മുറിവേറ്റ ഹൃദയത്തെ സുഖപ്പെടുത്തുകയും ചെയ്യും. അവിടുന്ന് സൗഖ്യദായകനായ ദൈവമാണ്. അവിടുന്ന് അനുഗ്രഹദാതാവാണ്. നമ്മെ അനുഗ്രഹിക്കാൻ അവിടുത്തേക്ക് പരിധികളില്ല. അവിടുന്ന് മുറിവേറ്റ ഹൃദയത്തെ സുഖപ്പെടുത്തുന്നു. തളർന്ന ശരീരത്തിന് ബലം നൽകുന്നു. ദുഃഖിതമായ മനസ്സിന് സന്തോഷം നൽകുന്നു. അവിടുത്തെ ജീവിക്കുന്ന വചനമയച്ച് ഇന്ന് നമ്മുടെ ക്ലേശങ്ങളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും സമ്പൂർണ്ണ സൗഖ്യം നൽകും. തിരസ്കരണത്തിൻ്റെ മുറിവുകളെ കർത്താവ് ഇന്ന് സുഖപ്പെടുത്തും. അതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഈ പ്രഭാതത്തിൽ കർത്താവിനെ തേടാം. അവിടുത്തെ വചനം ശ്രവിക്കാം. അറിയാതെ പറ്റിപ്പോയ അബദ്ധങ്ങളിൽ നിന്ന്, അനുസരണക്കേടിൽ നിന്ന് എല്ലാം മാപ്പ് ചോദിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് തിരിയാം. അവിടുത്തെ അത്ഭുത സൗഖ്യം ഇന്ന് നമ്മുടെ ശരീരത്തിനും മനസ്സിനും അന്തരാത്മാവിനും അവിടുന്ന് നൽകും. അവിടുന്ന് നമ്മെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. വിശ്വാസത്തോടെ ഇന്നത്തെ നിയോഗങ്ങളെ സമർപ്പിച്ച്, യാത്രകളെ സമർപ്പിച്ച്, പദ്ധതികളെ സമർപ്പിച്ച് നമുക്ക് അവിടുത്തെ തിരുവചനം ശ്രവിക്കാം. ഈ പ്രാർത്ഥന നിങ്ങൾ മറ്റുള്ളവർക്ക് തീർച്ചയായും അയച്ചു കൊടുക്കുകയും ചെയ്യുക. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16-ാം അധ്യായം 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. അങ്ങയുടെ കൽപ്പനകൾ അനുസ്മരിപ്പിക്കാൻ അവർ ദംശിക്കപ്പെട്ടു. എന്നാൽ അവിടുന്ന് അവരെ അതിവേഗം രക്ഷിച്ചു. അല്ലെങ്കിൽ ആഴമുള്ള വിസ്മൃതിയിലാണ്ട് അങ്ങയുടെ കാരുണ്യം അനുഭവിക്കാൻ അവർക്ക് ഇടയാകാതെ പോകുമായിരുന്നു. കർത്താവേ, മരുന്നോ ലേപന ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. ജീവന്റെയും മരണത്തിൻ്റെയും മേൽ അങ്ങേക്ക് അധികാരമുണ്ട്. മനുഷ്യരെ
പാതാള കവാടത്തിലേക്ക് ഇറക്കുന്നതും അവിടെ നിന്ന് വീണ്ടെടുക്കുന്നതും അവിടുന്നാണ്. ഒരുവൻ തൻ്റെ ദുഷ്ടതയിൽ മറ്റൊരുവനെ വധിക്കുന്നു, എന്നാൽ വേർപെട്ടുപോയ ജീവനെ തിരികെ കൊണ്ടുവരാനോ ബന്ധിതമായ ആത്മാവിനെ മോചിപ്പിക്കാനോ അവന് കഴിവില്ല. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ പുതിയ പ്രഭാതത്തിൽ ഞങ്ങളെ വിളിച്ചുണർത്തി അങ്ങയുടെ സൗഖ്യത്തിനും അനുഗ്രഹത്തിനും ഞങ്ങളെ യോഗ്യരാക്കുന്നതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കഴിഞ്ഞകാല ജീവിതങ്ങളിൽ അങ്ങയോടും ഞങ്ങളുടെ മാതാപിതാക്കളോടും ഗുരുക്കന്മാരോടും കാട്ടിയ ചെറുതും വലുതുമായ അനുസരണക്കേടിൻ്റെ ഫലമായി ഇപ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്ന സകല ദുരിതങ്ങളും നഷ്ടങ്ങളും പരാജയങ്ങളും രോഗങ്ങളും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ചു തരുന്നു. ഇന്ന് ഈ പ്രഭാതത്തിൽ പൂർണ്ണമായി ഞങ്ങളെ തന്നെ അങ്ങയ്ക്ക് തരുന്നു. ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളും തിരസ്കരണങ്ങളും മുറിവുകളും അങ്ങയ്ക്ക് തരുന്നു. കർത്താവേ, കരുണയോടെ ഞങ്ങളെ കാണണമേ. അറിവില്ലായ്മയുടെ കാലത്ത് ഞങ്ങൾക്കുണ്ടായ അനുസരണക്കേട്, ഞങ്ങൾക്കുണ്ടായ അഹങ്കാരം, ഞങ്ങൾക്കുണ്ടായ ശത്രുതാ മനോഭാവം, ഞങ്ങൾക്കുണ്ടായ തിന്മയുടെ ആസക്തികൾ എല്ലാം ഈ പ്രഭാതത്തിൽ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നി അങ്ങയുടെ വചനമയച്ച് ഇന്ന് ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമേ. അവഗണനയുടെയും തിരസ്കരണത്തിൻ്റെയും മുറിവേറ്റിരിക്കുന്നവർക്ക് നിന്റെ സൗഖ്യമയക്കണമേ. നിന്റെ വചനം കൊണ്ട് ഇന്ന് ഞങ്ങളെ സുഖപ്പെടുത്തണമേ. രോഗികളായ എല്ലാവർക്കും അത്ഭുത സൗഖ്യം നൽകണമേ. മനസ്സിനും ശരീരത്തിനും അന്തരാത്മാവിനും മുറിവേറ്റിരിക്കുന്നവർക്ക്, ബലം ക്ഷയിച്ചവർക്ക് കർത്താവേ, ഇന്നീ പ്രഭാതത്തിൽ ഈ തിരുവചനത്തിൻ്റെ ശക്തിയാലെ, ഈ പ്രാർത്ഥനയുടെ ശക്തിയാലെ നീ സൗഖ്യം നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാനായി കടന്നു വന്നിരിക്കുന്ന എൻ്റെ ഈ പ്രിയപ്പെട്ടവരുടെ മേൽ നിന്റെ കാരുണ്യം ചൊരിയണമേ. കർത്താവേ, അനുസരണത്തിൻ്റെ വരം നൽകി, സൗഖ്യത്തിൻ്റെ വരം നൽകി, സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വരം നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ എല്ലാം തിരികെ നൽകുന്നവനെ, ഞങ്ങളങ്ങയെ അനുസരിക്കുന്നു. ഞങ്ങളുടെ അനുസരണക്കേടിൻ്റെ ഫലമായി നഷ്ടപ്പെട്ടു പോയ അനുഗ്രഹങ്ങളെ കർത്താവായ യേശുവേ, അങ്ങയുടെ അനുസരണത്തിൻ്റെ യോഗ്യതയാലെ ഞങ്ങൾക്ക് ഇന്ന് തിരികെ നൽകണമേ. അവിടുന്ന് ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെയായ യേശു ക്രിസ്തുവാണ്. യേശുവേ, അങ്ങയുടെ അനുസരണത്തിൻ്റെ യോഗ്യതയാലെ അവിടുന്ന് നേടിയെടുത്ത സകല അനുഗ്രഹങ്ങളും ഇന്ന് ഞങ്ങൾക്ക് നേടിത്തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് എത്തിക്കണമേ. രോഗത്തിൽ നിന്ന് ആരോഗ്യപരമായ ജീവിതത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ദുഃഖത്തിൽ നിന്ന് ഞങ്ങളെ സന്തോഷത്തിലേക്ക് നയിക്കണമേ. കർത്താവേ, തകർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് നയിക്കണമേ. ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളുടെ അറിവില്ലായ്മയുടെ സമയത്ത് ഞങ്ങൾ ചെയ്തു പോയ എല്ലാ പാപങ്ങളെയും അനുസരണക്കേടിനെയും ഓർത്ത് ഇപ്പോൾ ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. അറിഞ്ഞും അറിയാതെയും ദൈവമേ, അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകളെ, ഞങ്ങളുടെ മാതാപിതാക്കൾക്കെതിരെ ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകളെ, ഞങ്ങളുടെ ഗുരുക്കന്മാർക്കെതിരെ ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകളെ, ഞങ്ങളുടെ അധികാരികൾക്കെതിരെ ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകളെ, അങ്ങേക്കെതിരെ എല്ലാറ്റിലും ഉപരി ദൈവമേ, അങ്ങേക്കെതിരെ ചെയ്തു പോയ തെറ്റുകളെ, പാപങ്ങളെ ഈ പ്രഭാതത്തിൽ അവിടുന്ന് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് മാപ്പ് നൽകണമേ. അനുതാപമുള്ള ഹൃദയം നൽകണമേ. ഞങ്ങളുടെ മുറിവേറ്റ ഹൃദയത്തെ സുഖപ്പെടുത്തണമേ. ഞങ്ങളുടെ ശരീരത്തെ നീ സൗഖ്യപ്പെടുത്തണമേ. ആയുസ്സും ആരോഗ്യവും നൽകി നീ നൽകുന്ന നന്മയുടെ ജീവിതം ആസ്വദിക്കാനുള്ള ആരോഗ്യം നൽകി ഞങ്ങളെ ഇന്ന് ആശീർവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങേക്കെല്ലാം സാധ്യമാണ്. ഞങ്ങൾക്ക് ആവശ്യമായ സൗഖ്യം, സന്തോഷവും ആരോഗ്യവും നന്മകളും ഉയർച്ചയും നൽകി, സമൃദ്ധി നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ.
ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ അനുഗ്രഹങ്ങളെ ഇന്ന് നീ ഞങ്ങൾക്ക് നേടിത്തരണമേ. ഇന്ന് നിന്റെ അത്ഭുത സൗഖ്യം ഞങ്ങളുടെ അന്തരാത്മാവിനെ ശക്തിപ്പെടുത്തട്ടെ. ഞങ്ങളുടെ ശരീരത്തിന് ബലം നൽകട്ടെ. ഞങ്ങളുടെ മനസ്സിന് സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ. ഞങ്ങളുടെ മനസ്സിലേക്ക് നിന്റെ സമാധാനം നിറയ്ക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്റെ സന്തോഷവും സമാധാനവും ആനന്ദവും കൊണ്ട് നിറയ്ക്കണമേ. നിന്റെ അനന്തമായ സ്നേഹം ഇന്ന് പൂർണ്ണമായും അനുഭവിക്കാനുള്ള ശക്തി തരണമേ. കർത്താവെ, നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കാതെ ദൈവം ഞങ്ങൾക്കതിൻ്റെ ഇരട്ടി, 100 ഇരട്ടി, കോടി ഇരട്ടി അനുഗ്രഹങ്ങളെ നൽകാൻ കഴിയുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്ന ഉറപ്പോടെ, എന്ന വിശ്വാസത്തോടെ ദൈവമേ, നിന്നിലേക്ക് തിരിയാൻ ഇന്ന് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ മേൽ നിന്റെ കരുണ ഇപ്പോൾ ചൊരിയണമേ. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ ശരീരത്തിന് സൗഖ്യം കൊടുത്ത്, മനസ്സിന് സൗഖ്യം കൊടുത്ത്, ഹൃദയത്തിന് സൗഖ്യം കൊടുത്ത്, ബലം നൽകി ശക്തിപ്പെടുത്തി അവരെ എല്ലാ അനുഗ്രഹങ്ങളാലും നിറയ്ക്കണമേ. നഷ്ടങ്ങളിൽ നിന്ന് ലാഭത്തിലേക്കും, പരാജയങ്ങളിൽ നിന്ന് വിജയത്തിലേക്കും, തകർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്കും ഈ പ്രിയപ്പെട്ട മക്കളെ നീ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെ മേലും ഇന്ന് നീ കരുണ ചൊരിയണമേ. കർത്താവേ, ഇന്ന് എല്ലാവരോടും ഞങ്ങൾ പൂർണ്ണമായി ക്ഷമിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കാതെ പോയ വ്യക്തികളോട് ഞങ്ങൾ പൂർണ്ണമായും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ക്ഷമിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അനുഗ്രഹങ്ങളെ നഷ്ടപ്പെടുത്തിയവരോട്, ഞങ്ങളെ അനുഗ്രഹിക്കാതെ പോയവരോട്, ഞങ്ങളുടെ അവകാശങ്ങളെ ഞങ്ങൾക്ക് നൽകാതെ പോയവരോട് കർത്താവേ, ഇന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ ഞാൻ പൂർണ്ണമായി ക്ഷമിക്കുന്നു. ദൈവമേ, എന്നോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും നീ കാത്തുകൊള്ളണമേ. കിട്ടാതെ പോയ നന്മകളെ ഓർത്ത് വെറുപ്പിലും ശത്രുതയിലും കഴിയുന്ന ഓരോ മകനും മകൾക്കു വേണ്ടിയും ഈ പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങൾക്ക് അനുഗ്രഹം നീയാണ്. ദൈവമാണ് ഞങ്ങളുടെ അനുഗ്രഹം. ദൈവമാണ് ഞങ്ങളുടെ സൗഖ്യം. ദൈവമാണ് ഞങ്ങളുടെ സമ്പത്ത്. ദൈവമാണ് ഞങ്ങളുടെ അവകാശം. ദൈവമാണ് ഞങ്ങളുടെ ആനന്ദം. ഈ തിരിച്ചറിവ് അറിഞ്ഞ് ഇന്ന് ഹൃദയത്തിൽ നിന്ന് എല്ലാവരോടും, പ്രത്യേകിച്ച് ഞങ്ങളുടെ മാതാപിതാക്കളോട്, ഞങ്ങളുടെ ഗുരുക്കന്മാരോട്, ഞങ്ങളുടെ അധികാരികളോട്, ഞങ്ങളുടെ മക്കളോട്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോടെല്ലാം, കുടുംബാംഗങ്ങളോട്, ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരോടും പൂർണ്ണ ഹൃദയത്തോടെ ദൈവമേ ഞാൻ ക്ഷമിക്കുന്നു. ഈശോയെ, നിന്റെ നാമത്തിൽ ഞങ്ങൾ ക്ഷമിക്കുന്നു. എല്ലാവരോടും ക്ഷമിക്കുന്നു. അവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ ഇപ്പോൾ അനുഗ്രഹിക്കണമേ. രക്ഷിക്കാൻ കഴിയാത്ത വിധം നിന്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല. കേൾക്കാനാവാത്ത വിധം നിന്റെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. ദൈവമേ, ഇന്നീ പ്രാർത്ഥനയ്ക്ക് ഒരു വലിയ അനുഗ്രഹം നീ സ്വർഗത്തിൽ നിന്നും അയക്കണമേ. ഈ പ്രാർത്ഥന കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ദമ്പതിമാരെ, മക്കളെ, സഹോദരി സഹോദരങ്ങളെ, യുവതി യുവാക്കളെ, കുഞ്ഞുമക്കളെ, വയോവൃദ്ധരെ ഇന്ന് നീ അനുഗ്രഹിക്കണമേ. രോഗികളായവരെ ഇന്ന് നീ അനുഗ്രഹിക്കണമേ. അത്ഭുത സൗഖ്യം നൽകി ഇന്ന് പൂർണ്ണ വിടുതലിൻ്റെ ദിവസമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സമ്പൂർണ്ണ സൗഖ്യത്തിൻ്റെയും വിടുതലിൻ്റെയും അത്ഭുതകരമായ ദൈവിക ഇടപെടലിൻ്റെയും ദിവസമാകട്ടെ ഇന്ന് എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയിലൂടെ നീ അനേകരെ തൊട്ട് സുഖപ്പെടുത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. അനേകരുടെ ഹൃദയ മുറിവുകളെ നീ സുഖപ്പെടുത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥനയിലൂടെ, ഈ ദൈവവചനത്തിൻ്റെ ശക്തിയാലെ ഇന്ന് നീ സുഖപ്പെടുത്തണമേ. സമ്പൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ. കർത്താവേ, അനുതാപമുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയിലേക്ക് തിരിയുന്നു. ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളുടെ അനുസരണക്കേടിന് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളോട് കരുണയുണ്ടായി ഞങ്ങൾക്ക് പാപമോചനം നൽകി നഷ്ടപ്പെടുത്തിയ അനുഗ്രഹങ്ങളെ 10 മടങ്ങ് ഞങ്ങൾക്ക് ഇന്ന് നീ നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. കർത്താവേ, നന്ദി. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ,
അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം നിന്റെ മുറിവേറ്റ ഹൃദയത്തെ സൗഖ്യപ്പെടുത്തുന്നു. നിന്റെ തളർന്ന ശരീരത്തെ ബലപ്പെടുത്തുന്നു. നിന്റെ ദുഃഖിച്ചിരിക്കുന്ന മനസ്സിനെ സന്തോഷവും ആനന്ദവും കൊണ്ട് നിറയ്ക്കുന്നു. നിന്റെ ഹൃദയത്തിൽ ഭയം മാറ്റി, നിരാശ മാറ്റി, ദുഃഖം മാറ്റി സമാധാനവും സ്നേഹവും കൊണ്ട് നിറയ്ക്കുന്നു. തിരസ്കരണത്തിൻ്റെ മുറിവുകൾ കർത്താവ് സുഖപ്പെടുത്തുന്നു. എല്ലാ മേഖലയിലും ഇന്ന് അത്ഭുത സൗഖ്യമാണ് കർത്താവ് നിനക്കായി നൽകിയിരിക്കുന്നത്. കർത്താവേ, അങ്ങേക്ക് നന്ദി, സ്തുതി, സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട ദൈവമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, നന്ദി അർപ്പിക്കുന്നു. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന, ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്ന നിങ്ങളെല്ലാവരോടും കൂടെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടുകൂടെ, കുടുംബാംഗങ്ങളോടുകൂടെ, നിങ്ങളുടെ ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.